നമസ്കാരം. പൊതുവെ രാഷ്ട്രീയ പാർട്ടികളും അതിലെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ അധികാരത്തിൻ്റെ പുറകെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ത് വില കൊടുത്തും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ഏത് നീചതന്ത്രവും ഉപയോഗിച്ച് ജയിക്കുക, അങ്ങനെ ജയിച്ച് അധികാര ശ്രേണികളിലെത്തി വലിയ രീതിയിൽ അഴിമതി നടത്തുക. പൊതുവെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ട്. എന്നാൽ നമ്മുടെ ബീഹാറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വാർത്ത പുറത്തു വരികയാണ്. അത് ഒരു ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം BJPയുടെ നേതാവാണ്. അച്ഛൻ 95 മുതൽ 2010 വരെ MLA ആയിരുന്ന, പിന്നീട് കേന്ദ്രമന്ത്രിയൊക്കെയായ അശ്വിനി ചൗബയുടെ മകൻ അർജിത് ശാശ്വത് ചൗബെ. ആ 43-കാരനാണ് നമ്മുടെ രാജ്യത്തെ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും നേതാവിനും ഒക്കെ മാതൃകയായി മാറിയിരിക്കുന്നത്. ശനിയാഴ്ച അദ്ദേഹം ഭഗൽപൂരിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തി. ഈ 2010 വരെ അശ്വിനി ചൗബെ വിജയിച്ച മണ്ഡലത്തിൽ, അതായത് വാസ്തവത്തിൽ അവിടെ അദ്ദേഹത്തിന് എതിരില്ല എന്ന് തന്നെ പറയാം. ഭഗൽപൂരിൽ അശ്വിനി ചൗബെ അല്ലെങ്കിൽ ചൗബെ കുടുംബത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ ഭഗൽപൂർ. അങ്ങനെയുള്ള ഭഗൽപൂരിൽ 2010 ശേഷം 2020 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ BJP മറ്റൊരാളെ നിയോഗിച്ചു. രോഹിത് പാണ്ഡെ എന്ന സ്ഥാനാർത്ഥിയെയാണ് 2020 BJP അവിടെ നിയോഗിച്ചത്. ഈ രോഹിത് പാണ്ഡെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ അജിത് ശർമ്മയോട് നിസ്സാര വോട്ടുകൾക്ക് തോറ്റു. തുടർന്ന് 2025, അതായത് ഈ വർഷം, രോഹിത് പാണ്ഡെയെ മാറ്റി ചൗബെ കുടുംബത്തിലെ ഇളമുറക്കാരനായ തനിക്ക് സീറ്റ് നൽകും എന്ന് അർജിത് ചൗബെ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് BJP നേതൃത്വം രോഹിത് പാണ്ഡെയെ തന്നെ വീണ്ടും അവിടെ മത്സരിക്കാൻ നിയോഗിച്ചു. നോക്കൂ, BJP വളരെ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് എന്നവർ അവകാശപ്പെടുന്നുണ്ട്. അത് ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം അച്ഛന് ശേഷം മകൻ, മകന് ശേഷം മകൻ്റെ മകൻ, ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് പയറ്റി മുന്നോട്ട് പോകുന്ന കുടുംബാധിപത്യത്തിനെതിരെ BJP നിരന്തരം സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ BJPയിലെ പല നേതാക്കളുടെയും മക്കൾ മത്സരരംഗത്തുണ്ട്, മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അച്ഛൻ MP-യും കേന്ദ്രമന്ത്രിയുമാണെങ്കിൽ മകൻ MLA ആണ്. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് BJPക്കുള്ളിലും കാണിക്കാനുണ്ട്. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് BJP മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രോഹിത് പാണ്ഡെയെ തന്നെ ഭഗൽപൂരിൽ വീണ്ടും നിയോഗിച്ചു. തുടർന്ന് ആകെ പിണങ്ങി നമ്മുടെ അശ്വിനി ചൗബയുടെ മകൻ അർജിത് ചൗബെ ശനിയാഴ്ച സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച് അണികളെയും തൻ്റെ ഒപ്പമുള്ള അണികളെയും മാധ്യമപ്രവർത്തകരെയും കൂട്ടി വരണാധികാരി കൂടിയായ കളക്ടറിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തി. കളക്ടറുടെ മുന്നിലെത്തുമ്പോഴാണ് അച്ഛൻ്റെ ഫോൺ വരുന്നത്. അരുത്, നാമനിർദ്ദേശ പത്രിക കൊടുക്കരുത്, പിൻവാങ്ങണം, രോഹിത് പാണ്ഡെയെ അവിടെ നിന്ന് എന്ത് വില കൊടുത്തും വിജയിപ്പിക്കണം എന്ന് അച്ഛൻ മാത്രമല്ല, ഈ അർജിത് ചൗബയുടെ അമ്മയും ആവശ്യപ്പെട്ടു ഫോണിലൂടെ. മകൻ അവരെ അനുസരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൂടെ വന്ന അണികളും മാധ്യമപ്രവർത്തകരുമൊക്കെ കഥയറിയാതെ അന്തം വിട്ടു. കളക്ടർ പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയം ചോദിച്ച് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് വന്നയാളാണ് അർജിത് ചൗബെ. ആ അർജിത് ചൗബെ അവസാന നിമിഷം പിന്മാറുന്നത് കണ്ട് സത്യത്തിൽ കളക്ടർ പോലും ഞെട്ടി. അതാണ് BJPയുടെ സംഘടനാ സംവിധാനം എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. പുറത്തിറങ്ങിയ അർജിത് ചൗബെ മാധ്യമങ്ങളോട് പറഞ്ഞു, രോഹിത് പാണ്ഡെയെ എന്ത് വില കൊടുത്തും ഞാൻ വിജയിപ്പിക്കും, അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ശ്രമം. എൻ്റെ മാതാപിതാക്കളും എൻ്റെ പാർട്ടിയും പറയുന്നത് ഞാൻ അനുസരിക്കും. ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനാണ്. എനിക്ക് സീറ്റ് കിട്ടാത്തതിൽ എനിക്ക് ആദ്യം വിഷമം തോന്നി. ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു, നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കി. പക്ഷേ അവസാന നിമിഷം എൻ്റെ മാതാപിതാക്കളും എൻ്റെ പാർട്ടിയും എന്നോട് പറഞ്ഞു ഇതിൽ നിന്ന് പിൻവാങ്ങണം.
മറ്റൊരു ചുമതലയിലേക്ക് എന്നെ അവർ നിയോഗിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്മാറുന്നു. ഇതാ രോഹിത് പാണ്ഡ്യയെ എന്ത് വില കൊടുത്തും എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ എല്ലാ ഊർജവും വിനിയോഗിച്ച് ഞാൻ അദ്ദേഹത്തെ വിജയിപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ പരിശ്രമം എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന ഈ അർജിത് ചൗബെയാണ് മാധ്യമങ്ങൾക്ക് അവിടെ കാണാനായത്. നോക്കൂ, ഇതൊരു നല്ല മാതൃകയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുന്നിൽ ബി ജെ പി എന്താണ് എന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയായി. നമുക്കറിയാം, ബീഹാർ എന്ന് പറയുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെയും മകൻ തേജസ്വി യാദവിൻ്റെയും ജംഗിൾ രാജ് നടക്കുന്ന അല്ലെങ്കിൽ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് നിതീഷ് കുമാർ 2 വട്ടം അവരോടൊപ്പം പോയിട്ടും മടങ്ങി വന്ന് NDAയിൽ നിന്നുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രിയായി ബീഹാർ ഭരിക്കുന്നത്. എല്ലാ കാലത്തും ബീഹാറിൽ BJP തങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കാതെ ഉറച്ചു നിന്ന് ലാലുവിനെതിരെ പോരാടിയ പാർട്ടിയാണ്. ലാലുവിൻ്റെ അഴിമതിക്കെതിരെ, ലാലുവിൻ്റെ ജംഗിൾ രാജിനെതിരെ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയ ഒരു പാർട്ടിയാണ് BJP. സവർണ ഹിന്ദു വോട്ടുകളാണ് അവിടെ BJPയുടെ അടിത്തറ. ഒപ്പം പട്ടികജാതി വിഭാഗങ്ങളും BJPക്ക് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഈ സവർണ ഹിന്ദു വിഭാഗവും പട്ടികജാതി വിഭാഗവും നിരന്തരം ഏറ്റുമുട്ടിയിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. അങ്ങനെയുള്ള ബീഹാറിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഈ 2 സമുദായങ്ങളെയും 2 വിഭാഗങ്ങളെയും ഒരു മുഖ്യധാരയിൽ എത്തിക്കാൻ BJPക്ക് അവിടെ സാധിച്ചു. അതോടുകൂടി സംഘർഷം അവസാനിച്ചു. ഈ രൺവീർ സേന, ഠാക്കൂർ സേന എന്നൊക്കെ പറയുന്ന സവർണ വിഭാഗങ്ങളുടെ സേനാ വിഭാഗവും അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പും പട്ടികജാതിക്കാരും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലുണ്ടായിരുന്ന, വലിയ രീതിയിൽ ആൾനാശവും വസ്തുവകകൾക്ക് നാശവും ഒക്കെ സംഭവിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ബീഹാർ. അവിടെ നിന്ന് കേട്ടിരുന്ന വാർത്തകൾ ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല. പക്ഷേ ആ 2 വിഭാഗത്തെയും തങ്ങളുടെ ഒപ്പം കൊണ്ടുവന്ന് അവിടെ ഒരു വോട്ട് ബേസ് ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. ആ BJPയാണ് ഇപ്പോൾ മക്കൾ രാഷ്ട്രീയത്തിനും കുടുംബാധിപത്യത്തിനും തടയിട്ടുകൊണ്ട് ഇന്ത്യ മുഴുവനും മാതൃകയാക്കാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ചൗബെ കുടുംബം എല്ലാവർക്കും അറിയാം. അശ്വിനി കുമാർ ചൗബെ വളരെ പ്രഗത്ഭനായ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ് ഇപ്പോൾ. അത് BJPയുടെ നയമാണ്. അങ്ങനെയുള്ള അശ്വിനി കുമാർ ചൗബെ കുടുംബത്തിൻ്റെ ശക്തി കേന്ദ്രമായ ഭഗൽപൂർ വീണ്ടും ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് തന്നെ BJPക്ക് നൽകാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. കുറെ കൂടി അവിടെ സുതാര്യമായി പ്രവർത്തിച്ചു. രോഹിത് പാണ്ഡെ എന്ന മറ്റൊരു പ്രവർത്തകന്, BJP നേതാവിന് അവിടെ സ്ഥാനം കൊടുത്തു. സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അശ്വിനി ചൗബെയുടെ മകൻ രംഗത്ത് വന്നതും. എന്നാൽ കൃത്യമായി അച്ഛൻ്റെ വിലക്ക് വന്നതോടുകൂടി അനുസരണയുള്ള മകൻ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി ഈ രോഹിത് പാണ്ഡ്യയെ വിജയിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ബീഹാറിലെ BJPയെ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും BJPയെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന എതിരാളികൾക്കുള്ള ചുട്ട മറുപടി കൂടിയാണ്. നോക്കൂ, ഹേമന്ത് സോറൻ്റെ കാര്യം നമുക്കറിയാം. ജാർഖണ്ഡ് മുക്തി മോർച്ച, ഷിബു സോറൻ്റെ മകനാണ്. ആ ഹേമന്ത് സോറൻ്റെ പാർട്ടി ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ലാലുവിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഒപ്പം നിന്ന് മത്സരിക്കാനാണ് തീരുമാനിച്ചത്. ആ സോറൻ പോലും ഇപ്പോൾ അവരെ വിട്ടു പോയിരിക്കുന്നു. അവർ ഒരു 3ാം മുന്നണിയായി മാറി അവിടെ മത്സരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഫലത്തിൽ ഇന്ത്യ സഖ്യം വലിയ വെല്ലുവിളി അവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ BJPക്കുള്ളിൽ ഇത്തരത്തിലുള്ളൊരു അന്തഛിദ്രം, ഒരു സംഘർഷം ഉടലെടുത്തത്. അത് വലിയ രീതിയിൽ മുതലെടുക്കാൻ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് BJP സമയോചിതമായി ഇടപെടുകയും ഈ അർജിത് ചൗബെയെ നല്ല വാക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും ചെയ്തു. BJP ഒറ്റക്കെട്ടായിട്ട് ബീഹാറിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാളും നല്ലൊരു ദൃഷ്ടാന്തം ആവശ്യമില്ല. NDAയുടെ ആ ഒത്തൊരുമ, നിതീഷിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അവിടെ അമിത്ഷാ അവിടെ എത്തിയിരുന്നു. അദ്ദേഹം നിതീഷുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് അമിത്ഷാ പറഞ്ഞു, നിതീഷിൻ്റെ ഭരണം തുടരണം, ബീഹാറിൻ്റെ വികസനത്തിന് അത് അത്യന്താപേക്ഷിതമാണ്.
അഴിമതിരഹിതനായ കളങ്കമില്ലാത്ത സത്യസന്ധനായ മുഖ്യമന്ത്രി നിങ്ങൾക്കുണ്ട്. ആ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, കുറച്ച് അല്പം പ്രായം അദ്ദേഹത്തിന് ആയിട്ടുണ്ട്, അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രിയെ വിട്ടുകളയരുത്. അദ്ദേഹത്തെ മുൻനിർത്തി ബീഹാറിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ പ്രവർത്തിക്കണം. അതുകൊണ്ട് ദയവായി നിതീഷിനെ വിജയിപ്പിക്കണം, നിതീഷിൻ്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ വിജയിപ്പിക്കണം എന്നാണ് അമിത്ഷാ അവിടെ ആവശ്യപ്പെട്ടത്. എല്ലാ അർത്ഥത്തിലും BJP NDA അവിടെ ഒത്തൊരുമയോടുകൂടി മത്സരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ മഹാസഖ്യത്തിനും ഇന്ത്യ മുന്നണിക്കും ഒക്കെ വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന ഈ സംഭവം സോഷ്യൽ മീഡിയയിലടക്കം വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. അത് BJP നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ എതിർക്കാൻ, അതിൻ്റെ മുനയൊടിക്കാൻ, ആ ആയുധത്തിൻ്റെ മൂർച്ച ഇല്ലാതാക്കാൻ ഇന്ത്യ സഖ്യത്തിനോ രാഹുൽ ഗാന്ധിക്കോ ലാലുവിനോ മകൻ തേജസ്വിക്കോ ഒന്നും കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.